ചേച്ചി ചേച്ചി ഇങ്ങനെ വിവരമില്ലാത്ത ആൾക്കാരെ പോലെ തളരരുത്. 1.5-2 വർഷമായിട്ട് ചേച്ചിയുടെ പേരോ ചേച്ചിയുടെ ഒരു നിഴല് പോലും പുറത്ത് വന്നിട്ടില്ല ഈ കേസിൽ. നമ്മൾ അവിടെ ഉണ്ടെന്ന് പോലും ഉണ്ടായിട്ടില്ല. 1.5-2 വർഷമായിട്ട് ഹന്ന വർമ്മയുടെ പേര് വന്നിട്ടില്ലെങ്കിൽ ഇനിയും വരില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കും. അതെന്റെ വാക്കാ, അതൊരിക്കലും തെറ്റിക്കില്ല ഞാൻ. അതുകൊണ്ട് ചേച്ചി സന്തോഷമായിട്ടിരിക്കണം. നാളെ ചേച്ചിയുടെ ഡ്രീം ഡേ ആണ്, ജിമിനേട്ടനുമായിട്ടുള്ള എൻഗേജ്മെന്റ്. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മറ്റന്നാൾ തന്നെ നിങ്ങളുടെ കല്യാണം. ഇങ്ങനെ സന്തോഷിക്കേണ്ട സമയം ചേച്ചി ഇങ്ങനെ പേടിച്ച് വിറച്ച് കരയരുത്. എന്തൊക്കെ വന്നാലും ഞാനുണ്ട് കൂടെ, എന്നെ വിശ്വസിക്കാം. ഞാൻ ഒരിക്കലും ചതിക്കില്ല എന്ന് ചേച്ചിക്ക് അറിയാലോ. ചേച്ചിയെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അതെൻ്റെ വാക്കാണ്. എൻ്റെ ജീവൻ തന്നിട്ടായാലും ഞാൻ സംരക്ഷിക്കും. ആ ഉറപ്പ് മാത്രമേ എനിക്കിപ്പോൾ തരാൻ പറ്റുള്ളൂ, വേറെ ഒന്നും. കുക്കു, എനിക്ക് നിന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് നിന്നെ എന്നേക്കാളേറെ വിശ്വാസമാണ്. പക്ഷെ ഞാൻ കാരണം നിന്റെ ജീവിതം കൂടെ അല്ലേ തകരുന്നേ. നമ്മൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ നമുക്ക് ആ വേദന അറിയും. അന്ന് അവരെന്തുമാത്രം അനുഭവിച്ചു എന്നുള്ളത് പേടിയാവുന്നടാ. നിങ്ങളോട് ഞാൻ കുറച്ച് മുമ്പ് വരെ എന്നാ പറഞ്ഞു അറിയാമെന്നെ പറഞ്ഞു. സുന്ദരി കുട്ടിയെ നാളെ ഒരുങ്ങി എൻഗേജ്മെന്റിന് അങ്ങ് എത്തിക്കോളാം. അതിന് ഇന്ന് രാത്രി സുഖമായി കിടന്നുറങ്ങിക്കോളാം. ആരും ഒന്നും അറിയില്ല. അതെന്റെ വാക്ക. അങ്ങനെ ഇപ്പൊ ഒരുത്തനും ഒന്നും ചോദിച്ചെടുക്കൂല, കേട്ടല്ലോ. സുഖമായി കിടന്നുറങ്ങിക്കോ, ആരും ചോദിക്കില്ല. ദേവുണ്ണി, നീ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ നടന്നുകൊണ്ടിരുന്നാലേ ആ ജോ ഉണ്ടല്ലോ, ആ ചെറുക്കൻ പുറത്തങ്ങ് ചാടിയേക്കും. ചാടിയാൽ പിന്നെ അറിയാലോ, കുക്കുവിനെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കൈ കിട്ടത്തില്ല. അതുകൊണ്ട് നിന്റെ കണ്ണ് എപ്പോഴും ഒന്ന് അവിടെ വേണം. മുത്തശ്ശി, നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ആ ഒരു അവസ്ഥയിലല്ല ഞാൻ. അന്ന് എന്റെ പൊട്ട ബുദ്ധിക്ക് ബോധമില്ലാത്ത സമയത്ത് പറ്റിപ്പോയൊരു തെറ്റ്. അത് ഒരു ജീവൻ ഒന്നല്ല, ഒരേ സമയം 2 ജീവൻ എടുക്കാൻ കാരണമായി ആലോചിച്ചു. നിർത്തിക്കോളും. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു എങ്ങോട്ടേക്കായി കയറി പോന്നേ? ഇന്നിപ്പോ എന്തെങ്കിലും ചെയ്യായിരുന്നു പറഞ്ഞ് കരയുന്ന നീ അന്ന് അവിടെ കൈയും കെട്ടി നോക്കി നിന്നില്ലായിരുന്നു. എനിക്ക് എന്തേലും ചെയ്തിരുന്നു. എനിക്ക് ഇന്നിങ്ങനെ കരയണ്ടായിരുന്നു. പോയവളോ പോയി, ഉള്ളവളെങ്കിലും നിലനിർത്താനായിട്ട് നോക്കടാ നീ. നിങ്ങൾക്കൊക്കെ പറയാൻ വളരെ എളുപ്പം. ചത്തവളോ പോയില്ലേ, ഉള്ളവളെങ്കിലും നിലനിർത്തുന്ന. ഞാനൊരു മനുഷ്യനാ, എനിക്ക് എൻ്റെതായ വികാരങ്ങളുണ്ട്. എന്നെ പോലെ തന്നെ കുക്കുമോളും മനുഷ്യജീവി തന്നെയാണ്, അതിനും വികാരങ്ങളുണ്ട്. അതെ, മറ്റൊരുത്തരം മനസ്സിലും വെച്ച് രണ്ടും സ്നേഹിച്ചിട്ട് ഇഷ്ടമല്ലാത്ത നിന്നെ കെട്ടണമെന്ന് പറയുമ്പോൾ അവനത് സമ്മതിക്കാതിരിക്കുമ്പോൾ തട്ടിക്കൊണ്ടുപോയി ഗതികെട്ട് നിൽക്കുന്നതാ അവൾ. അങ്ങനെയുള്ള ഗതികേട് മുതലാക്കുന്ന സമയം നീ ഇവിടെ ചത്തവളെ ആലോചിച്ച് അവളുടെ കൂടെ ചത്ത നിന്റെ കൊച്ചിനെ ആലോചിച്ച് ഇരിക്കുന്നു. നിന്റെ പിടിപ്പേട് തന്നെ അവരെ സംരക്ഷിക്കാൻ പറ്റാത്തതെന്നേ ഞാൻ പറയുള്ളൂ. മുത്തശ്ശിക്ക് എങ്ങനെ ഇത്രയും ക്രൂരമായി സംസാരിക്കാൻ സാധിക്കുന്നേ? ഞാൻ ക്രൂരയാവും, മൃഗവും, വേണ്ടി വന്ന ജീവനെടുക്കുന്ന പൈശാചികവും. പക്ഷെ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എൻ്റെ മക്കളും കൊച്ചുമക്കളും ഒന്നും സങ്കടപ്പെടാതെ സന്തോഷമായി ജീവിക്കാൻ വേണ്ടിയാ. നിന്നോട് കുക്കുവിനെ കല്യാണം കഴിക്കാൻ പറയുന്നതോ അതിനു വേണ്ടി മാത്രം. എൻ്റെ തീരുമാനത്തെ ഇവിടെ ആരും എതിർക്കില്ല, നീയും എതിർത്ത് പോകരുത്. നാളെ നിങ്ങളുടെ വിവാഹ നിശ്ചയം, അതിന് റെഡി ആയിക്കോണം, തയ്യാറായി നീ ഉണ്ടാവണം. അവിടെ ഇങ്ങനെ മൂങ്ങിക്കിടന്നിട്ട് ഒരു കാര്യമില്ല. അതൊന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുക. എന്തായാലും ഇവാനട്ടനും നൃത്തികയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ, അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം എൻ്റെ കൈവിട്ട് പോകും. യോഞ്ചി ചേച്ചിക്ക് കൊടുത്ത വാക്ക്, അത് എൻ്റെ ജീവന്റെ വിലയുണ്ട്. ജോയി ഞാൻ എങ്ങനെ രക്ഷിക്കും? എന്തായാലും അവര് തമ്മിലുള്ള ബന്ധം കണ്ടുപിടിച്ചേ പറ്റൂ. കുഞ്ഞുമോൾ എവിടേക്കാണ് ഓർമ്മയായിരുന്നു? നീ കാരണം എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് 2-2.5 കൊല്ലമായി. പല പല ഭാഷകൾ ഒക്കെ കൂടെ ചേർന്ന് നിന്നെ കെട്ടണമെന്ന് വിചാരിച്ചതും നീ അനുഭവിക്കാൻ വേണ്ടി തന്നെയാ. എന്നിട്ട് എൻ്റെ സ്വസ്ഥത എടുത്തിട്ട് നീ സമാധാനമായി കിടന്ന് ഉറങ്ങൂ. അതിന് ഞാൻ സമ്മതിക്കണം. എനിക്കറിയാമല്ലാണ്ട് ചോദിച്ചോട്ടെ, എന്നെ ഇങ്ങനെ സ്വസ്ഥത തരാൻ ഈ ചിന്തയെ കൊല്ലുമെന്ന് പറയുന്നതിന്റെ ഭേദം ഒരിടയ്ക്ക് കൊന്നൂടെ? എനിക്കല്ലെങ്കിൽ തന്നെ ആയിരക്കണക്കിന് പ്രശ്നങ്ങളുണ്ട്. അതിനിടയ്ക്ക് തന്റെ 10,000 പ്രശ്നങ്ങളും കൂടെ എന്റെ തലമുറയിലേക്ക് എന്തിനാ ഇങ്ങനെ കെട്ടിവെച്ചിരുന്നത്? സ്വന്തം ഏട്ടനായി തന്നെയല്ലേ ഞാൻ തന്നെ കണ്ടു. അല്ലാതെ ഇപ്പം വിചാരിക്കുന്ന പോലെ വേറെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എന്റെ ജീവിതത്തിൽ നീ ഈ പറയുന്ന 10,000 പ്രശ്നങ്ങൾ തുടങ്ങിയത് നീ ഒറ്റയെടുത്ത് ജീവനോടെ ഇരിക്കുന്നത് കൊണ്ട്.
നിനക്ക് വേണ്ടി കുത്ത് കൊലപാതകം വിശ്വസിക്കുന്ന ആൾക്കാരെ പോലും മരണത്തിന് ഇട്ടുകൊടുക്കുക, പിച്ച് ചീന്ത എല്ലാം നീ ഒറ്റൊരുത്തി കാരണം എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അവസാനം എല്ലാവരും കൂടെ എന്നെ പൊട്ടനാക്കി. അത് ശരിയാ, തന്നെയൊക്കെ വിശ്വസിച്ച് ജീവിക്കുന്ന പെൺപിള്ളാരെ സമ്മതിക്കണം. അതിലെന്നെ കൊണ്ട് എന്തായാലും പറ്റില്ല. താൻ എത്രയ്ക്ക് വൃത്തികെട്ടവനാണെന്ന് ഇന്ന് ജോ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. സത്യം പറ, താൻ കൊന്ന് കെട്ടിത്തൂക്കിയതല്ലേടോ അവരെ. എന്നിട്ട് അതെല്ലാം മറച്ചു വെക്കാൻ, തന്നെ സംരക്ഷിക്കാൻ കോടികൾ കൊടുത്ത് ഇവരെ കുടുംബക്കാരുണ്ടല്ലോ. ഒളിച്ചും മറച്ചും ജീവിക്കുക, ഇത്രയ്ക്ക് നീചനല്ലേ താൻ? നേരത്തെ നിനക്കറിയാം ഞാൻ ആരാണെന്ന്. നീചന, വഞ്ചകൻ, ചതിയൻ. നിനക്ക് വേണ്ടി നിർത്തി ആരാണെന്ന് നിനക്കറിയും. അവളുടെ വയറ്റിൽ 2 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞെന്റെ ഉണ്ടായിരുന്നു. അതിനിടക്കം നിനക്ക് വേണ്ടി ഹലോ അർമീസ്, ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ 10:15 എഡിറ്റ് ചെയ്ത് കഴിയുന്നത്. ഇത് അപ്ലോഡ് ചെയ്ത് എപ്പോൾ കയറുമെന്ന് എനിക്കൊരു ഇതുമില്ല. സംഭവം 12 മിനിറ്റിൻ്റെ 3 വീഡിയോ എഡിറ്റ് ചെയ്തു. പക്ഷെ എനിക്കത് സാറ്റിസ്ഫൈഡ് ആവാത്തതുകൊണ്ട് 3 ഞാൻ വേണ്ടാന്ന് വെച്ച് ഈ ഒരു പെട്ടെന്ന് എഡിറ്റ് ചെയ്തുണ്ടാക്കിയതാണ്. പിന്നെ ഈ വീഡിയോയിൽ കമൻറ്റ് വായിക്കാത്തത് 10:15 സമയം, അതുകൊണ്ട് വായിച്ച സമയം 10:30 അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നടക്കുമെന്ന് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ്. എന്തായാലും ഇന്ന് കൂടെ എഡിറ്റ് ചെയ്തിട്ട് കുറച്ച് ലോങ് വീഡിയോ ആണ് വരാൻ പോകുന്ന ഒരു വീഡിയോ. അത് നാളെ 10:30 അത് നാളെ 8:30 വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്ന് വൈകിട്ട് എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ 3 വീഡിയോയിലെയും കമൻറ്റ് വായിക്കുന്നതായിരിക്കും. അപ്പം കീപ് സപ്പോർട്ടിങ്. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. കുറച്ച് നെറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറേ വൈകുന്നത്. സംഭവം അപ്ലോഡ് ചെയ്യാനിടുമ്പോൾ 3-4 മണിക്കൂർ എത്തുന്നതുകൊണ്ട് എത്തിത്തീരുന്നില്ല. ഞാൻ ഇന്നും അപ്ലോഡ് ചെയ്യുന്ന ഫോണ് ഇപ്പോൾ പോയിരിക്കുകയാണ്. അത് വലിയൊരു സുഖമാണ്.